ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ബെവറേജ് കമ്പനി ഏതാണെന്നറിയോ? അതെ, അത് കൊക്കക്കോളയാണ്. ഈ കൊക്കക്കോളയുടെ ഒരു ക്യാൻ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ കമ്പനിക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റ് ഏതാണ്ട് 22 രൂപയാണ്. അതേസമയം നിങ്ങൾ റെഡ് ബുള്ളിന്റെ ഒരു ക്യാനാണ് വാങ്ങുന്നതെങ്കിൽ ആ കമ്പനിക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റ് ഏതാണ്ട് 65 രൂപയാണ്. എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ബെവറേജ് കമ്പനി ഉണ്ടാക്കുന്നതിന്റെ 3 ഇരട്ടി പൈസ റെഡ് ബുള്ള് ഓരോ ക്യാൻ വിൽക്കുമ്പോഴും ഉണ്ടാക്കുന്നു. ഇതിന്റെ കാരണം എന്താണ്? കാരണം അവർ വിൽക്കുന്നത് വെറും ഒരു ഡ്രിങ്ക് അല്ല, ഒരു സ്റ്റാറ്റസ് സിംബലാണ്. ഹലോ, മൈ നെയിം ഇസ് അഖിൽ ആൻഡ് വെൽക്കം ടു ദ ട്രൈബ്. അപ്പോൾ റെഡ് ബുൾ എന്ന് പറയുന്നത് വെറും ഒരു ഡ്രിങ്ക് കമ്പനി അല്ല എന്ന് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തു അല്ലെ. 2 ഫോർമുല 1 ടീമുകളെയും പല ഫുട്ബോൾ ടീമുകളെയും ഒക്കെ ഓൺ ചെയ്യുന്ന ഒരു ജയന്റ് ആണ് അവര് എന്ന് പറഞ്ഞേ മതിയാകും. അപ്പൊ എങ്ങനെയാണ് റെഡ് ബുൾ ആരംഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഡേറ്റ്രിച്ച് മാറ്റിഷിറ്റ്സ് എന്ന ഓൺട്രപ്രണർ ഒരു ബിസിനസ് ആവശ്യമായിട്ട് തായ്ലൻഡിലേക്ക് പോവുകയാണ്. അവിടെ എത്തുമ്പോൾ അദ്ദേഹം വല്ലാതെ ജെറ്റ് ലാഗ് അനുഭവിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു വിമുക്തി നേടാനായിട്ട് അവിടുത്തെ ലോക്കൽ ഡ്രിങ്ക് ആയിട്ടുള്ള ക്രേറ്റിംഗ് ഡയാങ് എന്ന ഡ്രിങ്ക് അദ്ദേഹം ട്രൈ ചെയ്യുകയാണ്. ഇത് കുടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജെറ്റ് ലാഗ് നല്ല രീതിയിൽ മാറുന്നുണ്ട്. അങ്ങനെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട ഡേറ്റ്രിച്ച് മാറ്റിഷിറ്റ്സ് ഈ പ്രൊഡക്റ്റിനെ യൂറോപ്പിലേക്ക് കൊണ്ടുവരാനായി തീരുമാനിക്കുകയാണ്. ഇത് യൂറോപ്പിലേക്ക് കൊണ്ടുവരാനായി അദ്ദേഹം കൂട്ടുപിടിക്കുന്നത് അദ്ദേഹത്തിന് ഇൻസ്പയർ ചെയ്ത ക്രേറ്റിംഗ് ഡയാങ് എന്ന കമ്പനിയുടെ ഫൗണ്ടറിനെ തന്നെയാണ്. അങ്ങനെ 1987 അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യമായ ഓസ്ട്രിയയില് റെഡ് ബുൾ എന്ന കമ്പനി അദ്ദേഹം ലോഞ്ച് ചെയ്യുകയാണ്. റെഡ് ബുൾ എന്ന പേര് ക്രേറ്റിംഗ് ഡയാങ് എന്ന് അദ്ദേഹത്തിനെ ഇൻസ്പയർ ചെയ്ത കമ്പനിയുടെ അല്ലെങ്കിൽ ആ പേരിന്റെ തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും കൂടിയാണ്. ഇത് ഓസ്ട്രിയയിൽ ലോഞ്ച് ചെയ്ത സമയത്ത് അയൽ രാജ്യമായ ജർമ്മനിയിൽ റെഡ് ബുളിനെ ബാൻ ചെയ്യുകയുണ്ടായി. ഇത് ആക്ച്വലി റെഡ് ബുൾ എന്ന കമ്പനിക്ക് നല്ല രീതിയിലുള്ള ഒരു ബൂസ്റ്റ് ആണ് കൊടുത്തത്. കാരണം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ പേര് എപ്പോഴും ഉണ്ടാവുമല്ലോ. ആ കാലത്തും അങ്ങനെയുള്ള കുറെ പേരുണ്ടായിരുന്നു. റെഡ് ബുൾ എന്ന ഡ്രിങ്ക്, റെഡ് ബുൾ എന്ന റെസ്ട്രിക്ട് ചെയ്യപ്പെട്ട ഡ്രിങ്ക് ട്രൈ ചെയ്യാനായി അതിർത്തി കടന്നുവരെ പല ജർമ്മൻ യുവാക്കളും ഓസ്ട്രേലിയയിലേക്ക് എത്താൻ തുടങ്ങി. ഒന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. റെഡ് ബുൾ എന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് അത്ര അടിപൊളിയൊന്നുമല്ല. പക്ഷെ എന്താണ് അവരെ വേറിട്ട് നിർത്തുന്നത്? അത് അവരുടെ സ്റ്റോറി ടെല്ലിങ്ങും ബ്രാൻഡ് പൊസിഷനിങ്ങും മാർക്കറ്റിംഗ് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായി സാധിക്കും. ഒന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ റെഡ് ബുൾ എന്ന കമ്പനി സക്സസ്ഫുൾ ആവുന്നതിലും ഫെയിൽ ആവാനായിരുന്നു ചാൻസ് എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അവർ ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിന് ഒരു മാർക്കറ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അന്ന് മാത്രമല്ല, തുടക്കകാലങ്ങളിൽ അവരുടെ ആ ഡ്രിങ്ക് കുടിച്ച പലരും പറഞ്ഞിരുന്നത് അവരുടെ ഡ്രിങ്കിന് ഒരു മരുന്നിന്റെ ടേസ്റ്റ് ആയിരുന്നു എന്നാണ്. അത് മാത്രവുമല്ല, അവരുടെ ഡ്രിങ്കിന് മറ്റു സോഫ്റ്റ് ഡ്രിങ്കുകളെ വെച്ച് നോക്കുമ്പോൾ ഇരട്ടിയിലധികം പൈസയും ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചാലഞ്ചുകൾ ഫേസ് ചെയ്ത ഒരു കമ്പനി എങ്ങനെയാണ് $25 ബില്യൺ ഒരു ബിസിനസ് എംപയറായി മാറിയതെന്ന് നമുക്ക് നോക്കിയാലോ. അതിന് അവർ ഉപയോഗിച്ച ചില കോർ സ്ട്രാറ്റജികളെ നമുക്ക് പരിചയപ്പെടാം. അതിൽ ആദ്യത്തേത് കണ്ടന്റ് ഫസ്റ്റ് പ്രൊഡക്റ്റ് സെക്കൻഡ് എന്നതാണ്. MRFന്റെ കേസ് സ്റ്റഡി നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, അവർ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക, അതിനുശേഷം മാത്രം മാർക്കറ്റിംഗിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിരുന്നു MRF യൂസ് ചെയ്തത്. പക്ഷേ റെഡ് ബുള്ളിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും അവര് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാർക്കറ്റിംഗിന് തന്നെയാണ്. റെഡ് ബുള്ളിന്റെ മീഡിയ ഹൗസ് ആയിരക്കണക്കിന് അഡ്രിനാലിൻ പാക്ഡ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തിനധികം പറയുന്നു, അവരുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതിനേക്കാൾ അധികം അവർ ചെലവഴിക്കുന്നത് മാർക്കറ്റിംഗിൽ തന്നെയാണ്. രണ്ടാമത്തേത് ഹോസ്റ്റിംഗ് എക്സ്ട്രീം സ്പോർട്സ് ആണ്. ഫെലിക്സ് ബോംഗാർട്ട്നർ സ്പേസിൽ നിന്നും ചാടുന്ന വീഡിയോ ലൈവായിട്ട് 8 മില്യൺ ആൾക്കാരാണ് കണ്ടത്. ഏതാണ്ട് 200 മില്യണോളം ആൾക്കാർ അതിനുശേഷവും ആ വീഡിയോ കണ്ടു. ആ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഫെലിക്സിനൊപ്പം റെഡ് ബുൾ എന്ന ബ്രാൻഡും സ്ട്രോങ് ആയി തന്നെ രജിസ്റ്റർ ആകും. ഇതുകൂടാതെ പല എക്സ്ട്രീം സ്പോർട്സും സ്റ്റൺസും ഒക്കെ അവർ ഓർഗനൈസ് ചെയ്യാറുമുണ്ട്. റെഡ് ബുൾ ക്ലിഫ് ഡൈവിംഗ് വേൾഡ് സീരീസും റെഡ് ബുൾ റാംപേജും ഒക്കെ ഇവയിൽ ചിലത് മാത്രമാണ്. മൂന്നാമത്തേത് സ്പോർട്സ് ഓണർഷിപ്പ് ആണ്. റെഡ് ബുളിന് റെഡ് ബുൾ റേസിംഗ് അടക്കം 2 ഫോർമുല 1 ടീമുകളുണ്ട്. 4 ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ക്ലബ്ബുകളും മറ്റ് സ്പോർട്സ് ടീമുകളുടെ ഓണർഷിപ്പും ഇവർക്കുണ്ട്. ഇതിലൂടെ ഓരോ റേസും ഓരോ ഗെയിമും ഓരോ ഇവന്റും റെഡ് ബുൾ എന്ന കമ്പനിക്ക് ഒരു മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ആയി മാറുന്നു. ആയിരക്കണക്കിന് ഫാൻസിലേക്ക് റെഡ് ബുൾ എന്ന കമ്പനിയെ എത്തിക്കാനും ഇവർക്ക് സാധിക്കുന്നു. നാലാമത്തേത് പ്രീമിയം പ്രൈസിംഗ് ആൻഡ് പൊസിഷനിങ് ആണ്. റെഡ് ബുൾ എന്ന് പറയുന്ന കമ്പനി കൊക്കക്കോളയും പെപ്സിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുത് തന്നെയാണ്. പക്ഷെ അവര് പ്രീമിയം ആണ്. ഈ പ്രീമിയം പൊസിഷനിങ്ങിലൂടെ ഒരു പ്രീമിയം ബ്രാൻഡ് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് എടുക്കാനും ഇവർക്ക് സാധിക്കുന്നു. ഈ പ്രോഫിറ്റ്സ് ആണെങ്കിലോ അവർ വീണ്ടും ബ്രാൻഡ് ബിൽഡിങ്ങിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ റെഡ് ബുൾ എന്ന ബിസിനസ് വളരാനായി ഉപയോഗിച്ച ചില കോർ സ്ട്രാറ്റജികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.
ഈ കോർ സ്ട്രാറ്റജികളൊക്കെ തന്നെ മാർക്കറ്റിങ്ങിനെ ചുറ്റിപ്പറ്റിയാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി ഈ കോർ സ്ട്രാറ്റജികൾ ഉപയോഗിച്ചത് കൊണ്ട് ഇവർക്ക് എന്തൊക്കെ റിസൾട്ട്സ് ആണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. 2024 കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 12.5 ബില്യൺ ക്യാനുകളാണ് അവർ 2024 വിറ്റിട്ടുള്ളത്. അതിലൂടെ ഏതാണ്ട് $11.5 ബില്യൺ റവന്യൂ ജനറേറ്റ് ചെയ്യാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് 177 രാജ്യങ്ങളിൽ അവരുടെ സാന്നിധ്യമുണ്ട്. അവരുടെ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് $25 ബില്യൺ വരും. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് റെഡ്ബുൾ അവരുടെ റവന്യൂന്റെ 30 മുതൽ 40% വരെ അവരുടെ മാർക്കറ്റിംഗിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു എന്നതാണ്. മേജർ ബ്രാൻഡുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു റേഷ്യോ ആണ് എന്ന് നമുക്ക് പറയാനായി സാധിക്കും. ഇനിയും ബിസിനസ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് റെഡ്ബുള്ളിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കാൻ സാധിക്കുക എന്ന് ജസ്റ്റ് നോക്കിയാലോ. അതിൽ ആദ്യത്തേത് ബിൽഡ് കൾച്ചർ നോട്ട് ജസ്റ്റ് എ പ്രൊഡക്റ്റ് എന്നതാണ്. റെഡ്ബുൾ ശ്രമിച്ചത് ഒരു അടിപൊളി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിലും അധികം ഒരു അടിപൊളി കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിലാണ്. റിസ്ക് ടേക്ക് ചെയ്യുന്ന അഡ്വഞ്ചറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു വലിയ ഗ്ലോബൽ ജയന്റായി മാറാൻ അവർക്ക് സാധിച്ചത്. രണ്ടാമത്തേത് മാർക്കറ്റിംഗ് ഈസ് കീ എന്നതാണ്. നമുക്കറിയാം റെഡ്ബുൾ എന്ന ബിസിനസ് ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിംഗിലാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കി, അത് പക്ഷെ ആൾക്കാർ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നും പ്രോഫിറ്റ്സ് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. അപ്പോ മാർക്കറ്റിംഗിൽ എന്തായാലും ഫോക്കസ് ചെയ്യുക, ആളുകളിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ എത്തിക്കാനായി എഫേർട്സ് എടുക്കുക. മൂന്നാമത്തേത് ഡെയർ ടു ബി ഡിഫറെന്റ് എന്നതാണ്. റെഡ്ബുൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ കൊക്കക്കോളയോ പെപ്സിയോ ഒന്നും ഒരു കോമ്പറ്റീറ്ററായി കണ്ടില്ല. കാരണം അവര് കോമ്പീറ്റ് ചെയ്യാൻ പോയത് ടേസ്റ്റിന്റെ ബേസിസിലോ പ്രൈസിന്റെ ബേസിസിലോ ഒന്നും ആയിരുന്നില്ല. അവർ ശ്രമിച്ചത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി ഉണ്ടാക്കാനാണ്. വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള, വളരെ റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി ബിൽഡ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളും ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആവാൻ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ ഇതൊക്കെയായിരുന്നു റെഡ്ബുൾ എന്ന ബിസിനസ്സിൽ നിന്നും എനിക്ക് എടുക്കാൻ സാധിച്ച ചില കീ ലെസൺസ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കാതെ പോയ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും കീ ലെസൺസ് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റിലൂടെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ബിസിനസ്സിനെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ചാനലിലുള്ള മറ്റ് വീഡിയോസും കണ്ടു നോക്കുക. അപ്പം അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ കാപ്പേഡിയോ.